ഈ സെഷനിൽ ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീൻ്റെ വേഗത നിയന്ത്രിക്കാനാണ് പരിശീലിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീനെ കുറിച്ച് അറിയാനും ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീൻ്റെ വേഗത നിയന്ത്രണത്തെപ്പറ്റി വിവരിക്കാനും സാധിക്കും. വിവിധ ഇനം ലോക്ക് സ്റ്റിച്ച് മെഷീനുകളും അവയുടെ ഉപയോഗങ്ങളും സവിശേഷതകളും നമുക്ക് ഓർത്തെടുക്കാം. ഗാർഹിക ടൈലറിംഗിലും വ്യാവസായിക ഉൽപാദനത്തിലും ഉപയോഗിക്കുന്ന സാധാരണ മെഷീനാണിത്. 2 ത്രെഡുകൾ പരസ്പരം ബന്ധിപ്പിച്ചാണ് തുന്നൽ രൂപപ്പെടുന്നത്. താഴെയുള്ള ത്രെഡിന് അഥവാ ബോബിൻ ത്രെഡ് നൽകിയിരിക്കുന്ന വൈൻഡിംഗ് ഉപകരണത്താൽ ഈ മെഷീൻ വേർതിരിച്ചിരിക്കുന്നു. ഇത് റേവൽ ആയ ഒന്നല്ല, മുകളിലും താഴെയും ഒരേ രീതിയിലാണ്. വളരെ പരിമിതമായ ഫാബ്രിക്കിന്റെ സർഫസിൽ ഏത് ഘട്ടത്തിലും ആരംഭിക്കാനും പൂർത്തിയാക്കാനും കഴിയും. ഇത് പ്രധാനമായും സ്ത്രീ വസ്ത്രങ്ങൾക്കും ചുരുക്കം ചില നെയ്ത്ത് വസ്ത്രങ്ങളിലും ഉപയോഗിക്കുന്നു. ഇതിന് 2 ത്രെഡുകളുണ്ട്. ഒന്ന് നീഡിൽ ത്രെഡ്, മറ്റൊന്ന് ബോബിൻ ത്രെഡ്. ഇവ ഇന്റർലേസിംഗ് വഴി സ്റ്റിച്ച് ചെയ്യുന്നു. 2.2 ലോക്ക് സ്റ്റിച്ചിന്റെ സവിശേഷതകൾ ഇവയാണ്. തുണിയുടെ ഇരുവശത്തും സമാനമായ സ്റ്റിച്ചിങ് രൂപം കൊള്ളുന്നു. സൂചിയും ബോബിനും 1:1 എന്ന അനുപാതത്തിൽ ബോബിൻ ത്രെഡ് ഇടയ്ക്കിടെ റീഫിൽ ചെയ്യണം. ഇവിടെ ബോബിൻ കേസുകൾ, ഹുക്ക് സെറ്റ് എന്നിവയുണ്ട്. കോളർ, കഫ്, പോക്കറ്റ് മുതലായവ പോലുള്ള വലിച്ചു നീട്ടാനാകാത്ത ഭാഗങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ വലിച്ചു നീട്ടാനുള്ള കഴിവ് 0.4%. സിംഗിൾ നീഡിൽ, ഡബിൾ നീഡിൽ എന്നിങ്ങനെ 2 തരം ലോക്ക് സ്റ്റിച്ച് മെഷീനുകളുണ്ട്. നിങ്ങളുടെ ധാരണ പരിശോധിക്കാൻ ഒരു ടാസ്ക് ചെയ്യാം. ഈ ടാസ്ക് നിർവഹിക്കുന്നതിന് നിങ്ങൾക്ക് സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീനും A4 വലിപ്പമുള്ള പേപ്പറുകളും ആവശ്യമാണ്. ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീന്റെ വേഗത നിയന്ത്രിക്കാൻ പരിശീലിക്കുക എന്നതാണ് ടാസ്ക്. സൂയിങ് മെഷീൻ ഓണാക്കുക, ഫൂട്ടപ്പ് ഉയർത്തി വെക്കുക, ഒരു പേപ്പർ എടുത്ത് പ്രസർ ഫൂട്ടിന് താഴെ വെക്കുക. പ്രസർ ഫൂട്ട് ലിഫ്റ്ററിന്റെ സഹായത്തോടെ പ്രസർ ഫൂട്ട് താഴെ വെക്കുക. 2 കൈകളും പേപ്പറിൽ വെക്കുക. ശ്രദ്ധ കേന്ദ്രീകരിച്ച് പെഡൽ ചെറുതായി അമർത്തുക. സൂചിയും പേപ്പറും ചലിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. മെഷീന്റെ വേഗതയും ശ്രദ്ധിക്കുക. പെഡലിൽ നിന്ന് കാൽ നീക്കം ചെയ്തതുകൊണ്ട് മെഷീൻ നിർത്തുക. സ്പീഡ് കൺട്രോൾ ലഭിക്കുന്നതുവരെ മുകളിൽ പറഞ്ഞ നടപടിക്രമം പരിശീലിക്കുക. ഈ സെഷനിലൂടെ ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീൻ്റെ വേഗത നിയന്ത്രിക്കാനാണ് നമ്മളിപ്പോൾ പരിശീലിച്ചത്. ഇപ്പോൾ ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീനെ കുറിച്ച് അറിയാനും ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീൻ്റെ വേഗത നിയന്ത്രണത്തെപ്പറ്റി വിവരിക്കാനും നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു.